കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രിയുടെ വേളയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ ക്രിസ്തുയേശുവിൽ അറിയിക്കുന്നു. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming very soon to receive his glorious church. വെളിപാട് പുസ്തകം 8-ാം അധ്യായമാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വെളിപാട് 8-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് 7 ദൂതന്മാർ നിൽക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസക്കാലം ഈ ദൂതന്മാരുടെ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് 8-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള 2 ഭാഗങ്ങൾ, അതാ 1ഉം 2ഉം ദൂതന്മാർ കാഹളങ്ങൾ ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ രാത്രിയുടെ വേളയിൽ കർത്താവിൽ ചിന്തിപ്പാൻ ശരണപ്പെടുന്നു. വെളിപാട് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 8, 6 to 10 വേഴ്സസ്. റീഡിംഗ് ഇൻ മലയാളം. 7 കാഹളമുള്ള ദൂതന്മാരെല്ലാ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 1-ാമത്തെ ദൂതൻ ഊതിയപ്പം നടന്ന സംഭവങ്ങളാണ്. 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയും സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. നാം ഇവിടെ ചിന്തിക്കുന്നത് ട്രംപറ്റ്സ്, കാഹളങ്ങളുടെ ന്യായവിധിയെക്കുറിച്ചാണ് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 കാഹളങ്ങൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 7 പേരും കാഹളം ഊതുവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് 8-ന്റെ 6-ാം വാക്യം. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ 7 ദൂതന്മാരും 7 കാഹളങ്ങൾ അവരുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അവരവരുടെ കാഹളങ്ങൾ ഊതുവാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി കാഹളം ഊതുകയും അപ്പോ ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലും ഒക്കെ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ് 8-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, 8-ാം അധ്യായം എന്ന് പറയുന്നത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ 2-ാം പകുതിയിൽ സംഭവിക്കുന്ന ഇസ്രായേലിന്റെ മേലും ഈ ലോക രാജ്യങ്ങളുടെ മേലും സംഭവിക്കുന്ന അതിഭയങ്കരമായ പീഡയും ന്യായവിധിയുമാണ് 8, 9 അധ്യായങ്ങൾ എന്നുള്ളത്. അപ്പോ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു: 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളങ്ങൾ ഊതുവാൻ റെഡിയായി നിൽക്കുന്നു, ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് 1-ാമത്തെ ദൂതൻ ഊതി. അപ്പോ ഭൂമിയുടെ മേൽ ദൈവിക ക്രോധം ചൊരിഞ്ഞു. 1-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഭൂമിയുടെ മേൽ ദൈവക്രോധം ചൊരിയപ്പെടുന്നു. 2-ാമത്തെ ദൂതൻ ഊതുമ്പോൾ സമുദ്രത്തിന്റെ മേൽ ദൈവക്രോധം ചൊരിയപ്പെടുന്നു. 3-ാമത്തെ ദൂതൻ ഊതുമ്പോൾ നദികളിൽ മേൽ ദൈവക്രോധം ചൊരിയപ്പെടുന്നു.
നാലാമത്തെ ദൂതൻ ഊതുമ്പോ സൂര്യനിൽ ചന്ദ്രനിലും ദൈവിക ക്രോധം ചൊരിയപ്പെടുന്നു. അഞ്ചാമത്തെ ദൂതൻ ഊതുമ്പോ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീണ് കിടക്കുന്നു. അതിനോട് ചേർന്നുകൊണ്ട് പല സംഭവങ്ങൾ. ആറാം ദൂതൻ ഊതിയപ്പോൾ സ്വർണ്ണയാഗപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന് പറയുന്ന മഹാനദിയുടെ മേൽ ക്രോധം ചൊരിയുവാൻ കൽപ്പിച്ചു. അപ്പോ ഓരോ കാഹളങ്ങൾ ഊതുമ്പോഴും, ഒന്നാം കാഹളം ഊതുമ്പോൾ ഭൂമണ്ഡലത്തിന്റെ മേൽ ന്യായവിധി ആരംഭിക്കുന്നു. രണ്ടാം കാഹളം ഊതുമ്പോൾ സമുദ്രത്തിന് മേൽ ന്യായവിധി ആരംഭിക്കുന്നു. മൂന്നാം കാഹളം ഊതുമ്പോൾ ന്യായവിധി ഭൂമിയുടെ നദികളിന്മേൽ ആരംഭിക്കുന്നു. നാലാമത്തേത് സൂര്യനിൽ മൂന്നിലൊന്നും, ചന്ദ്രനിൽ മൂന്നിലൊന്നും, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നും എന്ന് പറഞ്ഞാൽ ആകാശമണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന വിഷയമാണ് നാലാമത്തെ. അപ്പോ ഓരോ ദൂതൻ ഊതുമ്പോഴും ദൈവത്തിന്റെ അതിഭയങ്കരമായ ക്രോധം, അതിഭയങ്കരമായ ക്രോധം. നമ്മളത് 7-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യം അവസാന ഭാഗത്ത് വായിക്കുന്നത്, 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ മഹാകോപത്തിൽ നിന്നും ഞങ്ങളെ തടുത്തു നിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് 6-ാം അധ്യായത്തിൽ നമ്മൾ ഒരു ഭാഗം ദർശിക്കുന്നുണ്ടല്ലോ. ഇവിടെ 8-ാം അധ്യായം സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ദൂതനൂതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു. ഒന്നാമത്തെ ദൂതൻ ഊതിയപ്പോ സംഭവിച്ചത് രക്തം കലർന്ന കൽമഴ. ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്, രക്തം കലർന്ന കൽമഴ ഭൂമിയിലേക്ക് ചൊരിഞ്ഞു. അപ്പോ ഒന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദൈവത്തിന്റെ മഹാകോപം, the wrath of God, ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നു. അതെങ്ങനെയാണ് തെളിയിക്കുന്നത്? കൽമഴ, രക്തം കലർന്ന കൽമഴ. ഇത് നമ്മളെ പുറപ്പാട് പുസ്തകത്തിൽ മോശ മിസ്രൈമിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം മോശ മുഖാന്തരം 10 ബാധകൾ അയച്ചതായി പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ 7 മുതൽ 10 വരെയുള്ള 11 വരെയുള്ള അധ്യായങ്ങളിൽ യഹോവയായ ദൈവം മോശ മുഖാന്തരം തന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ഫറവോന്റെ സന്നിധിയിൽ മോശയും അഹറോനെയും അയച്ച് ജനത്തെ വിടുവിപ്പാൻ കൽപ്പിക്കുന്നതിന്റെ കൂടെ ആ രാജ്യത്തിന്റെ മേൽ 10 വിധ ബാധകൾ അയച്ചതായി പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും. അതിൽ ഒരു ബാധയാണ് കൽമഴ എന്ന് പറഞ്ഞ ബാധ. കൽമഴ എന്ന് പറയുന്നത് 9ാമത്തെ ബാധയാണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, മിസ്രൈം ജനത്തിന്റെ നടുവിൽ നിന്ന്, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ
ഫറവോന്റെ കീഴിൽ നിന്ന് വിടുവിച്ച് എടുക്കേണ്ടതിനായി മോശ മുഖാന്തരം യഹോവയായ ദൈവം മിസ്രയീമിൽ 10 വിധ ബാധകൾ അയക്കുന്നു. അതില് ഓരോ ബാധകളും ഒന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് വിടുകയാണ്. 1, വെള്ളം രക്തമായി. പുറപ്പാട് പുസ്തകം 7:14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഗത്ത് നമുക്ക് വായിപ്പാൻ കഴിയും. 2, തവള. 8-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 3, പേൻ. 8:16 മുതൽ 20 വരെ. 4, പുണ്ണ. 9:8 മുതൽ 13 വരെ. ഇതിന്റെ ഇടയ്ക്ക് നായീച്ച എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുണ്ണിന് മുമ്പ് നായീച്ച. 8:20 മുതൽ 24 വരെയാണ് നായീച്ച. അത് കഴിഞ്ഞ് കൽമഴ. 9:16, 25. ഭയങ്കരമായ ഇടിയും കൽമഴയും യഹോവയായ ദൈവം മിസ്രയീം ജനത്തിന്റെ നടുവിൽ ചൊരിഞ്ഞു. അത് കഴിഞ്ഞ് വെട്ടിക്കിളി. 10:1 മുതൽ 17 വരെ. അടുത്തത് ഇരുള്, കൂരിരുട്ട്. 10-ാം അധ്യായം 21 മുതൽ 29 വരെ. അത് കഴിഞ്ഞ് കടിഞ്ഞൂൽ സംഹാരം. ഈ 10 വിധ ബാധകൾ തന്റെ ജനമായ ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ 420 വർഷത്തെ ഇസ്രായേൽ ജനത്തിന് മിസ്രയീം അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവമായ യഹോവ തന്റെ ദാസനായ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച 10 ബാധകളുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ 10 ബാധകൾ തന്നെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഓരോ പ്രാവശ്യവും ദൈവം തന്റെ ദാസനായ മോശയെയും അഹറോനെയും ഫറവോന്റെ അടുക്കൽ അയക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം ഫറവോന്റെ ഹൃദയത്തെ 10 പ്രാവശ്യം കഠിനമാക്കി എന്ന് പറഞ്ഞ ഓരോ ബാധ കഴിയുമ്പോഴും ഹൃദയം അല്പം അലിയും. അത് കഴിഞ്ഞ് വീണ്ടും ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അങ്ങനെ ഓരോ ബാധ കഴിഞ്ഞപ്പോഴും 10 ബാധ അയച്ചിട്ടുണ്ട്. ഈ 10 ബാധയുടെ സമയങ്ങളിലും ദൈവം ഫറവോന്റെ ഹൃദയത്തെ 10 പ്രാവശ്യം കഠിനമാക്കി. അങ്ങനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നോ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നോ തന്റെ ജനമായ ഇസ്രായേലിനെ യഹോവയായ ദൈവം അവസാനത്തെ ബാധയായിരുന്ന കടിഞ്ഞൂൽ സംഹാരം അയച്ചുകൊണ്ട് ഫറവോന്റെ വീട് മുതൽ സകലരുടെയും ഭവനങ്ങളിൽ കടിഞ്ഞൂൽ സംഹാരം അയക്കുന്നു. ആ കടിഞ്ഞൂൽ സംഹാരത്തോടുകൂടെ ഫറവോൻ ഈ ജനത്തെ വിട്ടയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ മിസ്രയീമിന്റെ ആ നീണ്ടകാലത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട് കനാനിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഞാനിത് എന്തിനാ സൂചിപ്പിച്ചത് ചോദിച്ചാൽ, ഈ 10 ബാധകളിൽ പല ബാധകളും ഇവിടെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലെ 7 കാഹളങ്ങളുടെ ന്യായവിധിയിൽ കാണപ്പെടുന്നു. 7 ന്യായവിധികളുടെ കാഹളങ്ങൾ, 7 കാഹളങ്ങളുടെ ന്യായവിധി. ക്ലിയർ ആയി പറഞ്ഞാൽ 7 കാഹളങ്ങളുടെ ന്യായവിധികളിൽ മിസ്രയീമിന്റെ നടുവിൽ യഹോവയായ ദൈവം അയച്ചതായ 10 ബാധകളിൽ പലതും റിപ്പീറ്റ് ചെയ്യുന്നതായി നമുക്ക് ഈ ഭാഗങ്ങളിൽ വായിക്കാൻ കഴിയും. വെള്ളം രക്തമായി തീർന്നപ്പോ സമുദ്രത്തിനുമേലും നദിമേലും എല്ലാം പ്രശ്നമുണ്ടായി.
തവള പെരുകിയപ്പോ സമുദ്രത്തിലും നദിമേലും പ്രശ്നമുണ്ടായി, ഭൂമിയിലും പ്രശ്നമുണ്ടായി. വെട്ടിക്കിളി അയച്ചു ദൈവം, പേനയച്ചു, പുണ്ണ്, പലവിധ ബാധകൾ മിസ്രൈമിലെ ജനത്തിന് ബാധ അയച്ച് അവസാനം കടിഞ്ഞൂലുകളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചതിനു ശേഷമായി പെസഹ കുഞ്ഞാടിന്റെ രക്തം കുറുമ്പടിമേലും കട്ടളക്കാരന്റെ മേലും പുരട്ടാത്ത സകല കുടുംബങ്ങളിലും യഹോവയായ ദൈവത്തിന്റെ സംഹാരം കടിഞ്ഞൂലുകളെ സംഹരിച്ചുകൊണ്ട് തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മിസ്രൈമിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പുറപ്പാടിന്റെ 6 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ വിധ ബാധകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിധ ബാധകളിൽ പ്രധാനപ്പെട്ട ചില ബാധകൾ ഈ 1 മുതൽ 7 വരെയുള്ള കാഹളങ്ങൾ ധ്വനിക്കുമ്പോൾ ഈ ബാധകൾ ഈ കാലഘട്ടങ്ങളിലും സംഭവിക്കും. ഏത് കാലഘട്ടത്തിൽ? മഹോപദ്രവ കാലഘട്ടത്തിന്റെ 2ാം പകുതിയിൽ. 1ാമത്തെ ദൂതൻ മുതിയപ്പോ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട്, ശ്രദ്ധിക്കുക, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു. അതെന്ത് സംഭവിച്ചു? ഭൂമിയിൽ 1/3 വെന്തുപോയി. 1/3 ഓഫ് ദി എർത്ത് ഹാസ് ബീൻ ബേൺഡ്. 1/3 ഭൂമി വെന്തുപോയി. അടുത്തത്, എല്ലാ വൃക്ഷങ്ങളും 1/3 വെന്തുപോയി. അടുത്തത്, എല്ലാ പച്ചപ്പുല്ലും 1/3 വെന്തുപോയി. എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതുമ്പോൾ ആ ന്യായവിധി ഭൂമിയുടെ മേൽ ദൈവം അയക്കുന്നു. സ്തോത്രം. 1ാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതുമ്പോൾ യഹോവയായ ദൈവം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാധകൾ പോലെ തന്നെ ഭൂമിയുടെ മേൽ ദൈവം തന്റെ ക്രോധത്തിന്റെ ശകലങ്ങൾ അയക്കുന്നു. അതിനെക്കുറിച്ചൊരു ചെറിയ സ്റ്റഡി നടത്തി. അതിങ്ങനെയാണ്: ട്രംപറ്റ്സ് ആർ ഷോയിങ് ഗോഡ്സ് ജഡ്ജ്മെന്റ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്ലേഗ്സ്, ഡിസാസ്റ്റേഴ്സ് ആൻഡ് increasingly severe events reflecting God's wrath against humankind. ഈ കാഹളങ്ങളെ കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി തീർന്നത്, ഞാൻ കണ്ടത്, trumpets are showing God's judgment described as plague, disasters, increasingly severe events reflecting God's wrath upon humankind. ശ്രദ്ധിക്കുക, ഈ കാഹളങ്ങളുടെ ന്യായവിധികൾ, കാഹളങ്ങൾ കാണിക്കുന്നത്, വിവരിക്കുന്നത്, അത് പ്രതിനിധീകരിക്കുന്നത് ദൈവിക ന്യായവിധികളാണ്. അവയിൽ മഹാവ്യാധികൾ, ഡിസാസ്റ്റേഴ്സ്, പ്രകൃതിക്ഷോഭങ്ങൾ, 3 സിവിയർ ഈവൻസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഗോഡ്സ് റാത്ത് അപ്പോൺ ഹ്യൂമൻ കൈൻഡ്സ് വിക്കഡ്നസ്. മനുഷ്യന്റെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിന്റെ ന്യായവിധികളെയാണ് ഈ കാഹളങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യന്റെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവിക ന്യായവിധികളെയാണ് കാഹളങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 7 trumpets are given, 7 angels are given,
7 trumpets. Each trumpet blast releases a specific judgment upon the earth. 7 ദൂതന്മാരുടെ കരങ്ങളിൽ 7 കാഹളങ്ങൾ കൊടുത്തിരിക്കുന്നു. അവയിൽ ഓരോ ദൂതന്മാരും ഊതുമ്പോൾ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ന്യായവിധികൾ ചൊരിയുന്നു. പിന്നെ ഒരു പോയിന്റ് കൂടെ, the seventh trumpet blowing as a mark of the end of the tribulation period. ഈ 7ാമത്തെ കാഹളം ഊതിക്കഴിയുന്നതോടുകൂടെ ഇത് മഹാകഷ്ടകാലത്തിന്റെ അവസാനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെയും കാണിക്കുന്നു. The seventh trumpet blowing marks the end of the tribulation period and the beginning of the final events, including the return of Jesus Christ and the establishment of God's kingdom. 7ാമത്തെ കാഹളം ഊതിക്കഴിയുന്നതോടുകൂടെ ഈ ഭൂമിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന 7 വർഷത്തെ അതികഠിനമായ പീഡ, the great tribulation period for the people of Israel, യാക്കോബിന്റെ മഹാകഷ്ടകാലം. ദാനിയേലിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്ന് വരെയും ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടകാലം. ആ മഹാകഷ്ടകാലത്തിന്റെ കാലാവധി 7 വർഷത്തെ ഒരു പീരീഡാണ്. ആ 7 വർഷത്തെ പീരീഡ് 7ാമത്തെ കാഹളം ധ്വനിക്കുന്നതോടുകൂടെ എല്ലാ മഹാവ്യാധികളും മഹാപീഡനങ്ങളും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവസാനിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെടുകയും ആ പ്രത്യക്ഷതയോടുകൂടെ ഈ ലോകത്തിൽ യേശു കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ തുടർച്ചയായി ഭരണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ these 7 trumpets judgments are the pouring of God's wrath upon different surfaces of the world. ആരംഭത്തിലെ 1ാമത്തെ ദൂതനൂതി, ഫസ്റ്റ് കാഹളം ധ്വനിച്ചു. 1ാം കാഹളം ഊതപ്പെട്ടു. ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു. 1ാമത്തെ കാഹളം ഊതിയപ്പോൾ, when the first trumpet sounded, what is happening there? Hail and fire with blood. Hail and burning fire with blood. രക്തം കലർന്ന കൽമഴ. Hail and fire, hail and burning fire with blood. രക്തത്തോടു കൂടിയ കൽമഴ എവിടെ ചൊരിയപ്പെട്ടു? ഭൂമിയിൽ ചൊരിയപ്പെട്ടു. That means the first trumpet showing that God's wrath upon the earth. ഭൂമിയിൽ 1ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ 1ാമത്തെ കാഹളം മുഴക്കുമ്പോൾ ഭൂമിമേൽ ദൈവിക ന്യായവിധിയുടെ ചൊരിയിൽ ഉണ്ടാകുന്നു. എവിടെയാണ്? ഭൂമിയിൽ. The first trumpet means God is pouring His wrath upon the earth. ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി ചൊരിയപ്പെടുന്നു. അത്
ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1/3 of the earth has been burned. ഭൂമിയിൽ 1/3 വെന്ത് അരിഞ്ഞു പോയി. That means the 1/3 of the earth has been burnt. 1/3 ഭൂമി വെന്തുപോയി. നെക്സ്റ്റ് ആദ്യത്തേത് ഭൂമി 1/3 വെന്തുപോയി. രണ്ടാമത്തെ സംഭവം വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. 1/3 of the trees has been burnt. അടുത്തത് all the green grass has been burnt. That means ഒന്നാമത്തെ കാഹളം ഊതി കഴിയുമ്പോഴേക്കും ഭൂമിയിൽ ഇതിന്റെ പ്രതിഫലനമായി a great famine will be happening. ഭൂമി 1/3 വെന്തുപോയി. എല്ലാ വൃക്ഷലതാദികളും വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭൂമണ്ഡലത്തിൽ ഒരു വലിയ ക്ഷാമം പൊട്ടി പുറപ്പെടും. അപ്പോ ഒന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? തീ കത്തുന്ന, രക്തം കലർന്ന, തീയോടുകൂടിയ കൽമഴ. രക്തം കലർന്ന തീയോടുകൂടിയ കൽമഴ. ഹെയിൽ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടിരുന്നു. അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ വലിയ ഐസ് കട്ടകൾ മഴയായി പെയ്യുന്നത് നമ്മൾ കണ്ടു. ആരൊക്കെ ന്യൂസിൽ കണ്ട്? നിങ്ങളൊക്കെ ചിലരെ കണ്ടു കാണും. അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഹെയിൽ ഹാപ്പൻഡ് ഇൻ USA. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്ത് മഞ്ഞുകട്ടകളായിരുന്നു. ഹെയിൽ മീൻസ് മഞ്ഞുകട്ടകൾ. മഞ്ഞുകട്ടകളായി മഴ പെയ്തു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ. എന്ന് പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ കൽമഴകൾ പെയ്തു. കൽമഴ, ഹെയിൽ മീൻസ് കൽമഴ. മഞ്ഞിന്റെ കട്ടകൾ നിരന്തരമായി ഭൂമിയിലേക്ക് വീഴുന്നു. ആ നിമിത്തം പലരും അതികഠിന ശൈത്യമുണ്ടായി. അപ്പോ തീ കലർന്ന രക്തതുല്യമായ മഞ്ഞുകട്ടകൾ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴും. അത് നിമിത്തം ഭൂമി തീ കലർന്നതാണ്. ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ. ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ വിത്ത് ബ്ലഡ്. രക്തം കലർന്ന് തീ കത്തുന്ന കൽമഴ എന്ന് പറഞ്ഞത് അതിമാരകരമായ ഒരു വിഷയമായിരിക്കും. മിസ്രൈമിൽ എന്താ സംഭവിച്ചേ നമുക്ക് നോക്കാം. മിസ്രൈമില് ഈ കൽമഴ വീണപ്പോൾ സംഭവിച്ച നമുക്ക് നോക്കിയാലോ. പുറപ്പാട് പുസ്തകത്തില് 8-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് ചില ചിന്തകളുണ്ട്. ഞാനതൊന്ന് ഒന്ന് വായിച്ചു വെച്ച് പെട്ടെന്ന് ഞാൻ തിരികെ വരാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലാണ്. യഹോവ പിന്നെയും മോശയോട് മിസ്രൈം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രൈം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 9, 22 ഓൺവേർഡ്സ്. 22 to 35, 35 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 9, 22 to 35. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയായ ദൈവം മോശയോട് മിസ്രൈം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും മിസ്രൈം ദേശത്തുള്ള സകല സസ്യത്തിന്റെ മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ ആകാശത്തേക്ക് കൈ നീട്ടി. എന്തു പറ്റി? മിസ്രൈം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിൽ
ഇരുന്ന സകലത്തെയും കൽമഴ സംഗ്രഹിച്ചു. കൽമഴ സംഗ്രഹിച്ചു. ഇത് സാധാരണ കൽമഴയാണ് മിസ്രൈമിൽ സംഭവിച്ചത്. ബട്ട് ഇൻ റെവലേഷൻ ചാപ്റ്റർ 8, hail with burning fire, with blood. ഇവിടെ ഒരു സാധാരണ കൽമഴയാണ്. ഇവിടെ ഹെയിൽ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ഹെയിൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതാ? പുറപ്പാട് പുസ്തകത്തിൽ. അതേ സമയത്ത് വെളിപ്പാട് 8-ാം അധ്യായത്തിൽ 1-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഈ കൽമഴയോടുകൂടെ ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ, കത്തിക്കൊണ്ട് നിൽക്കുന്ന രക്തതുല്യമായ കൽമഴ. അതുകൊണ്ടാണ് ഭൂമി 1/3 വെന്തുപോകുവാനിടയാകുന്നത്. അല്ലാതെ പുറപ്പാട് പുസ്തകത്തിൽ ഉണ്ടായിരുന്ന കൽമഴയല്ല വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന കൽമഴ. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന കൽമഴ ഇസ്രായേൽ മക്കൾ പാർത്ത് ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല. നമ്മളിവിടെ വായിക്കുന്നു, ഇവിടെ 32-ാം വാക്യം, എന്നാൽ ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലാത്തത് കൊണ്ട് അവ നശിച്ചില്ല. മോശ ഫറവോനെ വിട്ട് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. യഹോവെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞിട്ടില്ല. പിന്നെ അടുത്തതോ, എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് കണ്ടപ്പോൾ ഫറവോൻ പിന്നെയും ഹൃദയം കഠിനമാക്കി. ചിന്തിക്കണേ, ഇതേപോലെ തന്നെ മാനവജാതിയുടെ മേൽ യഹോവയായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ക്രോധം ചൊരിയപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതിൽ നിന്നൊന്നും അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിരവധി ന്യായവിധികളുടെ ക്രോധം ചൊരിയപ്പെട്ടിട്ടും ആ കാലഘട്ടത്തിലെ ജനം മാനസാന്തരപ്പെടുന്നില്ല. ഇവിടെ ഫറവോൻ ഓരോ ന്യായവിധി കഴിയുമ്പോഴും ഓരോ ബാധ കഴിയുമ്പോഴും അവന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം മുതൽ ആരംഭിക്കുന്ന കാഹളങ്ങളുടെ ന്യായവിധിയുടെ കാലഘട്ടങ്ങൾ, അത് കഴിഞ്ഞാൽ 8 കഴിഞ്ഞിട്ട് 16-ാം അധ്യായത്തിൽ അടുത്ത ന്യായവിധി വരിക, ക്രോധകലശങ്ങളുടെ ന്യായവിധി. അത് 7 എണ്ണമുണ്ട്. 7 ക്രോധകലശങ്ങൾ ഒഴിക്കുന്നുണ്ട് ഭൂമിയുടെ മേൽ. അതും ഭൂമിയിലുണ്ട്, പല സ്ഥലങ്ങളിൽ അത് ഒഴിക്കുന്നുണ്ട്. അപ്പോ ഈ ന്യായവിധികളെല്ലാം നടന്നിട്ടും ജനം അവരുടെ ദുഷ്പ്രവൃത്തി വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം 1-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ യഹോവയായ ദൈവം തന്റെ ക്രോധത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേലയക്കുന്നു. 1-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ, വിത്ത് ബ്ലഡ്, രക്തതുല്യമായ തീ കത്തുന്ന കൽമഴ. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശ മുഖാന്തരം മിസ്രൈം ജനത്തിനെ ലംഘിപ്പിക്കുവാൻ വേണ്ടി അയച്ച ന്യായവിധികളിൽ കൽമഴ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കൽമഴയ്ക്കകത്ത് തീയില്ലായിരുന്നു, അവിടെ ഇടിമുഴക്കി മഴ പെയ്യിച്ച് കൽമഴ പെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോ അമേരിക്കയിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ ഹെയിൽ മഴയത്ത് മഴ പെയ്യുന്നത് പോലെ വലിയ വലിയ ഐസ് കട്ടകൾ, കൽമഴയുടെ കട്ടകൾ ഭൂമിയിലേക്ക് വീഴുവാനിടയായി. അത് നിമിത്തം പല വീടുകളും അവർക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഈ കഴിഞ്ഞ ന്യൂസുകൾ നമുക്ക് മനസ്സിലാക്കാനിടയായത്. അപ്പോ കൽമഴ മഞ്ഞായിട്ട് കല്ലുകളായിട്ട് ഭൂമിയിലേക്ക് ന്യായവിധിയാക്കി പുറപ്പാട് പുസ്തകത്തിൽ ഫറവോന്റെ ന്യായവിധി, അതാ ഇസ്രായേലിന്റെ ന്യായവിധിയുടെ കൂട്ടത്തിൽ അയച്ച ന്യായവിധികളിൽ
ഒന്നാണ് കൽമഴ. അത് സാധാരണ മഞ്ഞുകട്ടകളാണ് മിസ്രൈമിൽ ന്യായവിധിയായി വീണത്. എന്നിട്ട് തന്നെ സകല സസ്യങ്ങളും മിസ്രൈമിലുണ്ടായിരുന്ന സകല സസ്യാദികളും നശിച്ചുപോയി. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വീഴുന്ന കൽമഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ. ഹെയിൽ വിത്ത് ബേണിംഗ് ഫയർ. നമുക്കത് വെളിപ്പാട് ഇംഗ്ലീഷിൽ ഞാൻ ആ വാക്യൊന്ന് നല്ലവണ്ണം വായിച്ചു കേൾപ്പിക്കുക. 8-ാം അധ്യായത്തില് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ വാക്യം ഞാൻ വായിക്കാം. The first angel sounded, there followed hail and fire mingled with blood. Hail and fire mingled with blood. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു രക്തം കലർന്ന കൽമഴ. ഹെയിൽ ആൻഡ് ഫയർ. ഇംഗ്ലീഷിൽ ഒരു വാക്ക് കൂടുതലുണ്ട്. ഹെയിൽ ആൻഡ് ഫയർ. തീ കത്തുന്ന മലയാളത്തിലും അതുണ്ട്. രക്തം കലർന്ന കൽമഴയും തീയും. ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടു. കൽമഴ തന്നെ ഭൂമിയിലേക്ക് വീണാൽ സസ്യാദികളെല്ലാം നശിച്ചുകൊള്ളുന്നില്ല. പക്ഷേ ഇതിന്റെ കൂടെ, കൽമഴയുടെ കൂടെ, ഫയർ ഓൾസോ falling from heaven. Hail and fire mingled with the blood. രക്തം കലർന്ന കൽമഴയും തീയും. ഈ ഒരു കാരണം കൊണ്ടാണ് ഭൂമിയിൽ 1/3 വെന്തുപോയി. 1/3 of the earth has been burned. They were cast upon the earth, and the 1/3 part of the trees was burned up, and all green grass was burned up. ശ്രദ്ധിക്കണേ, ഭൂമിയുടെ മേൽ തീ കത്തുന്ന കൽമഴ ചൊരിഞ്ഞപ്പോ, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി മോശ മുഖാന്തരം 10 ബാധകൾ അയച്ച കൂട്ടത്തിൽ ഒരു ബാധയാണ് കൽമഴ എന്ന് പറയുന്ന ബാധ. ആ കൽമഴ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രൈം ജനത്തിന്റെ മധ്യേ വീണപ്പോൾ അവിടെയുള്ള സകല സസ്യാദികളും നശിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹെയിൽ വിത്ത് ആൻഡ് ഫയർ. ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്. രക്തത്തോടുകൂടിയ കൽമഴയും തീയും. ഇവ രണ്ടും കൂടെ ഭൂമിയിലേക്ക് വീഴുക. അങ്ങനെ വന്നപ്പോ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ 1/3 വെന്തുപോയി. ഭൂമിയിൽ 1/3 വെന്തുപോയി. 1/3 of the earth has been burned up. Second, 1/3 of the trees has been burned up. മൂന്നാമത്തേത്, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. All the green grasses has been burned up. ഒന്നാമത്തെ ദൂതരുമുതിയപ്പം 3 സംഭവങ്ങൾ ഭൂമിയിൽ നടന്നു. ഒന്നാമത്തെ ദൂതരുമുതിയപ്പം സംഭവിച്ചത് ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്. കൽമഴയും തീയും, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നു. ഒന്നാമത്തെ കാഹളം ധ്വനിക്കും. രക്തം കലർന്ന കൽമഴയും തീയും. ഇത് പഴയ നിയമത്തിലെ കൽമഴയല്ല. അത് ക്ലിയർ ചെയ്യാനാ ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഭാഗം വായിപ്പിച്ചത്. പഴയ നിയമത്തിൽ കൽമഴ വീണപ്പോ
മഴയും ഇടിയും മിന്നലും ഉണ്ടായി. എന്നാൽ ഇവിടെ രക്തം കലർന്ന കൽമഴയും തീയും ചൊരിയപ്പെടുമ്പോൾ മഴയുണ്ടാകുന്നില്ല, ഇടിയുണ്ടാകുന്നില്ല, മിന്നലും ഉണ്ടാകുന്നില്ല. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കൽമഴ മിസ്രയീമിന്റെ ജനത്തിന് മുകളിൽ ചൊരിയപ്പെട്ടപ്പോൾ ഭയങ്കരമായ മഴയും ഇടിയും അതിനോടുകൂടിയാണ് കൽമഴ ചൊരിയപ്പെട്ടത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിക്കുന്ന സംഭവത്തിന്റെ കൂട്ടത്തിൽ ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നു. ഈ തീയും കൽമഴയും കൂടെ ചേർന്നപ്പോൾ ഭൂമിയിൽ 1/3 വെന്തുപോയി. 1/3 of the earth has been burnt up. അടുത്തത് 1/3 of the trees has been burnt up. 3, all green grasses has been burnt up. എന്ന് പറഞ്ഞാൽ the result of the first trumpet sounding is a great famine in the earth. 1-ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്, പ്രതിഫലനം എന്ന് പറയുന്നത്, ഭൂമിയിൽ വലിയൊരു ക്ഷാമം സംഭവിക്കും. ഭൂമി 1/3 വെന്തുപോകും. എല്ലാവിധ വൃക്ഷങ്ങളും സസ്യങ്ങളും പച്ചപ്പുല്ലുകളും നശിച്ചു പോകും. അതിന്റെ അർത്ഥം മനുഷ്യന് ഭക്ഷിപ്പാൻ ആഹാരപദാർത്ഥങ്ങൾ ഇല്ലാതെയാകും. ദാറ്റ് മീൻസ് എ ഗ്രേറ്റ് ഫാമിൻ will happen after the first trumpet has been sounded. 1-ാമത്തെ കാഹളം ധ്വനിക്കുന്നതോടുകൂടെ ഭൂമിമണ്ഡലത്തിൽ ചൊരിയപ്പെടുന്ന തീ കത്തുന്ന കൽമഴയും കൽമഴ, രക്തത്തോടുകൂടെ തീ കത്തുന്ന കൽമഴ ചൊരിയപ്പെടും. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നു. അത് ചൊരിയപ്പെടുമ്പോൾ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. ഭൂമിയിൽ 1/3 വെന്തുപോകുന്നു. 2, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോകുന്നു. 3, എല്ലാ പച്ചപ്പുല്ലുകളും വെന്തുപോകുന്നു. അതിന്റെ അർത്ഥം ഭൂമണ്ഡലത്തിൽ ആ മനുഷ്യന് ഭക്ഷിപ്പാൻ ആഹാരപദാർത്ഥങ്ങൾ ലഭ്യമല്ലാതെ വരുന്നു. That means a great famine following is the first trumpet sounding. 1-ാമത്തെ കാഹളം ധ്വനിച്ചു കഴിയുമ്പോഴേക്കും മാനവജാതിയുടെ നടുവിൽ വലിയൊരു ക്ഷാമം പൊട്ടിപ്പുറപ്പെടും. ഇതിനാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു വലിയ കഷ്ടകാലം അന്നുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ കാഹളം ഊതിയതേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ 1-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ് pour upon earth. 1-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ് pouring upon earth. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടും. അപ്പോ 3 വിധ ന്യായവിധികൾ ഭൂമിയുടെ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. 1, ഭൂമിയിൽ 1/3 വെന്തുപോകുന്നു. 2, വൃക്ഷ സസ്യാദികളിൽ 1/3 വെന്തുപോകുന്നു. 3, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോകുന്നു. അപ്പോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്, the after effect of the first trumpet sounding is a great famine in the world. 1-ാം കാഹളം ധ്വനിക്കുന്നതിന്റെ പ്രതിഫലനം ഭൂമണ്ഡലത്തിൽ ഉണ്ടാക്കുന്നത് ഒരു വലിയ ക്ഷാമം, ഭക്ഷണ ദൗർലഭ്യത ഉണ്ടാകും. ഒരു വലിയ ക്ഷാമം ഈ ഭൂമിയിൽ സംഭവിക്കും.
അങ്ങനെ ഒന്നാമത്തെ ദൂതനൂതിയപ്പോ ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ് പോറിംഗ് അപ്പോൺ എർത്ത്. ഒന്നാമത്തെ ദൂതനൂതിയപ്പോൾ അത് ഭൂമിയുടെ മേൽ ന്യായവിധി അയക്കുക. ഒന്നാമത്തെ ദൂതൻ എവിടെയാണ് ന്യായവിധി അയക്കുന്നത്? ഫസ്റ്റ് ട്രംപറ്റ്. ഒന്നാമത്തെ ദൂതൻ ഊതുമ്പോൾ ഭൂമണ്ഡലത്തിന് മേൽ ദൈവിക ന്യായവിധി അയക്കപ്പെടുന്നു. അയക്കപ്പെടുന്ന ന്യായവിധി ഭൂമിയിൽ 1/3 വെന്തുപോകും, 2 വൃക്ഷസസ്യാദികൾ വെന്തുപോകും, 3 എല്ലാ പച്ചപ്പുല്ലും വെന്തുപോകും. എന്താണ് ഭൂമിയിലേക്ക് വരുന്നത്? തീ കലർന്ന കൽമഴയും രക്തം കലർന്ന കൽമഴയും തീയും. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടുകയും അതോടുകൂടെ ഭൂമണ്ഡലത്തിന്റെ 1/3 വെന്തുപോവുകയും, അടുത്തത് എല്ലാ വൃക്ഷസസ്യാദികളും വെന്തുപോവുകയും എല്ലാ പച്ചപ്പുല്ലും വെന്തുപോവുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ദിസ് ഷോസ് എ ഗ്രേറ്റ് ന്യൂക്ലിയർ വാർ. This can be shows a great nuclear war. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കെമിക്കൽ വാർ വിൽ ബി ഹാപ്പനിങ്. കെമിക്കൽ വാർ അതെങ്ങനെയെന്നറിയാമോ? അത് ഭൂമിയിലേക്ക് ആകാശമണ്ഡലത്തിൽ നിന്ന് ഹെലികോപ്റ്ററുകളിൽ കടന്നുപോയി അത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വീണാൽ അവന്റെ ശരീരഭാഗങ്ങൾ അടർന്ന് ഭൂമിയിലേക്ക് വീഴും. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ഹിരോഷിമയിലും നാഗസാക്കിയിലും ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയും 1945 അമേരിക്കയുടെ സഖ്യസൈന്യങ്ങൾ രണ്ടാം ലോകമഹായുദ്ധ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ വർഷിപ്പിച്ചു. എന്നാണ് 1945 ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിന്റെ എഫക്റ്റ് ഉണ്ടെന്നാണ് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ 2 ആറ്റം ബോംബുകളാണ് അന്ന് വർഷിച്ചത്. ടുഡേ വി ആർ ഹാവിംഗ് ന്യൂക്ലിയർ ബോംബ്സ്, വി ആർ ഹാവിംഗ് മിസൈൽസ്, വി ആർ ഹാവിംഗ് chemical wars. Iran and Iraq, they are having chemical weapons. ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത് ഇസ്രായേൽ, US, റഷ്യ, even India, we are having chemical weapons. That means when these weapons are pouring upon the earth, 1/3 of the earth will be burned up. ചിന്തിക്കണേ, ദൈവവചനത്തിൽ പറയുന്ന തീയും കൽമഴയും mingled with blood, hail and fire mingled with blood, തീയും രക്തം കലർന്ന തീയും കൽമഴയും. അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമാകാൻ ചാൻസുകൾ ഉണ്ട്, അതിവിദൂരമല്ല. നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നോ ഒരു മിസൈൽ പായിച്ചാൽ 3000-3500 കിലോമീറ്റർക്ക് അപ്പുറത്ത് കിടക്കുന്ന ശത്രു രാജ്യത്തെ നശിപ്പിച്ചിട്ട് അത് തിരിച്ചെത്തും. We are having intercontinental missile. Indian army, we are having intercontinental missile about 3000 kilometer range. എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്നൊരു മിസൈൽ അയച്ചാൽ നമുക്ക് 3000 കിലോമീറ്റർ റേഞ്ചിനപ്പുറത്ത് ഉള്ള ശത്രു സൈന്യത്തെ
കത്തി നശിപ്പിച്ചിട്ട് that missile will come back to Indian Army. അല്ല, മനസ്സിലായോ ദൈവമക്കളെ? തീ കത്തുന്ന കൽമഴ വിത്ത് ബ്ലഡ്, mingled with blood, will be poured upon the earth. അപ്പോൾ 1/3 of the earth will be burned up. 1/3 of the earth will be burned up. Then 1/3 of the trees will be burned up. 1/3 of the green grass will be burned up. മിസ്രയീം ജനത്തിന്റെ നടുവിൽ ദൈവം കൽമഴ അയച്ചപ്പോ മിസ്രയീമിന്റെ തന്നെ ഒരു ഭാഗമായ ഗോശൻ ദേശത്താണ് ഇസ്രായേൽ ജനം പാർത്തിരുന്നത്. അന്നത്തെ മിസ്രയീമിന്റെ പരിധിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഗോശൻ ദേശം, അവിടെയാണ് ഇസ്രായേൽ മക്കൾ പാർത്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മക്കളുടെ ഒരു കന്നുകാലികളും ഈ കൽമഴയിൽ മരിച്ചില്ല. ഇസ്രായേൽ മക്കളുടെ ഒരു കൃഷിയും ഈ കൽമഴയിൽ പോയില്ല. ദൈവം മിസ്രയീമിന്റെ മേലാണ് എല്ലാവിധ ന്യായവിധികളും അയച്ചത്. ലാസ്റ്റ് സംഹാരം, അവസാനത്തെ ന്യായവിധി മിസ്രയീമിന്റെ മേലയക്കുന്നു, കടിഞ്ഞൂൽ സംഹാരം. ഒരൊറ്റ ഇസ്രായേലിന്റെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടില്ലെന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതേസമയത്ത് അവരോട് ദൈവം പറഞ്ഞു, പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് നിങ്ങളുടെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പെസഹ കുഞ്ഞാടിനെ രക്തം തളിക്കണം. ഈ പെസഹ കുഞ്ഞാടിനെ രക്തം തളിച്ചിരിക്കുന്നു കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ വിട്ട് കടന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്രയീം ജനം പെസഹ കുഞ്ഞാടിനെ അറുത്തു. അതിന്റെ രക്തം അവരുടെ കട്ടളമേലും കുറുമ്പടിമേലും വിരട്ടി. അവരുടെ ഭവനങ്ങളിൽ ഒരു കടിഞ്ഞൂലുകൾക്കും സംഹാരമുണ്ടായില്ല. അതേസമയത്ത് മിസ്രയീമിലെ രാജാവിന്റെ കൊട്ടാരം മുതൽ തോഴിമാരുടെ വീട് വരെയും കഠിന സംഹാരം സംഭവിച്ചു. ചിന്തിക്കണേ, ചിന്തിക്കാൻ പറയുക. പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം മോശ മുഖാന്തരം അയച്ച 10 ന്യായവിധികളും ഇവയൊന്നും തന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ ഒരു പ്രയാസവും വരുത്തിയില്ല. കൽമഴ അയച്ചു. ഇസ്രായേലിന്റെ ഒരു കന്നുകാലികളും ചത്തില്ല, ഒരു മൃഗാദികളും ചത്തില്ല. അവരുടെ ആഹാരപദാർത്ഥങ്ങൾ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല ദൈവം. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 അവസാനം വരെയുള്ള ന്യായവിധികളുടെ കാഹളങ്ങൾ ധ്വനിക്കപ്പെടുമ്പോൾ ഭൂമണ്ഡലത്തിന്റെ 1/3 എല്ലായിടത്തും വെന്തുപോകും. അങ്ങനെ വെന്തുപോകുന്നവന്റെ കൂട്ടത്തിൽ 1-ാം കാഹളം ധ്വനിക്കപ്പെടുന്നു. 1-ാം കാഹളം ധ്വനിച്ചപ്പോൾ ഹെയിൽ ആൻഡ് ഫയർ മിങ്കിൾഡ് വിത്ത് ബ്ലഡ്, രക്തം കലർന്ന തീയും കൽമഴയും ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടു. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദൈവിക ന്യായവിധിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് poured upon earth. 1-ാമത്തെ കാഹളം ധ്വനിച്ചപ്പോ ഭൂമിയുടെ മേൽ ന്യായവിധി ചൊരിയപ്പെട്ടു. ആ ന്യായവിധി മാനവജാതിയിൽ ഭൂമിയിൽ 1/3 വെന്തുപോയെന്നാ പറഞ്ഞേ. അതിന്റെ അർത്ഥം 1/3 of the population has been affected. ഭൂമി 1/3 വെന്തുപോയെന്ന് പറയുമ്പോ 1/3 of the population has been affected by the first trumpet. 1-ാമത്തെ കാഹളം ഊതുമ്പോൾ 1/3 ഭൂമണ്ഡലത്തിൽ അതിന്റെ പ്രയാസങ്ങളുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദി ആഫ്റ്റർ എഫക്ട് ഓഫ് ദി ഫസ്റ്റ് ട്രംപറ്റ് സൗണ്ടിങ്, 1-ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ ഉണ്ടാകുന്നതിന്റെ പ്രതിഫലനം എന്തായിരിക്കും? അതാണിപ്പോ ഇനി പറയാൻ പോകുന്നത്.
ഒന്നാമത്തെ കാഹളം ധ്വനിക്കുമ്പോഴുള്ള പ്രതിഫലനം എന്ന് പറയുന്നത് ഭൂമിയിൽ 1/3 വെന്തുപോകും, വൃക്ഷസസ്യാദികൾ 1/3 വെന്തുപോകും, എല്ലാ പച്ചപ്പുല്ലും 1/3 വെന്തുപോകും. അതിന്റെ അർത്ഥം ആഫ്റ്റർ എഫക്ട് ഓഫ് ദി ഫസ്റ്റ് wrath of God, first judgment of God will be a great famine happening in the world. ഒന്നാം കാഹളം ധ്വനിക്കുമ്പോൾ ഈ ഭൂമിമേലുണ്ടാകുന്ന പ്രതിഫലനം എന്ന് പറയുന്നത് ഭൂമിയിൽ 1/3 വെന്തുപോകുന്നു, വൃക്ഷസസ്യാദികൾ 1/3 വെന്തുപോകുന്നു, പച്ചപ്പുല്ലുകൾ 1/3 വെന്തുപോകുന്നു. അതോടുകൂടെ ഭൂമണ്ഡലത്തിൽ വലിയൊരു ക്ഷാമത്തിന്റെ കാലഘട്ടം പുറപ്പെടുന്നു. ആ ക്ഷാമ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയാതെ ആ ജനം ദൈവത്തിലേക്ക് നോക്കും. അങ്ങനെ ഒന്നാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞു. 3 വിധ സംഭവങ്ങൾ നടക്കുന്നു. ഹെയിൽ ആൻഡ് ഫയർ വിത്ത് മിങ്കിൾഡ് വിത്ത് ബ്ലഡ്. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിയപ്പെടും. അതോടുകൂടെ ഭൂമണ്ഡലം 1/3 വെന്ത് നശിക്കും. അതിനുശേഷം 2ാം കാഹളം സമുദ്രത്തിന് മേൽ, 3ാം കാഹളം നദികളുടെ മേൽ, 4ാം കാഹളം നക്ഷത്രങ്ങളുടെ മേൽ, 5ാം കാഹളത്തിന്റെ റിസൾട്ട് വെട്ടിക്കിളി. വലിയൊരു സംഭവം. നമുക്ക് ഓരോന്നോരോന്നായി കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇന്ന് രാത്രി ലെറ്റ് മീ കൺക്ലൂഡ് ദീസ് വേർഡ്സ്. ഈ ന്യായവിധികളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ, ഈ മഹാവ്യാധികൾ ആരംഭിക്കുന്നതിന് മുമ്പേ, ഈ മഹാകഷ്ടകാലം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു മെയിൻ ഹാപ്പനിങ് സംഭവിക്കും. എന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘത്തേറിലെ വരവ് സംഭവിക്കും. ഈ മേഘത്തേറിലെ വരവിൽ ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മേഘത്തേറിലെ പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആകെ എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിന്റെ പ്രത്യക്ഷത വെളിപ്പെടും. തന്റെ മണവാട്ടി സഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ആകയാൽ കർത്താവിന്റെ മണവാട്ടി സഭയോടുകൂടെ വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടുകൂടെ നമുക്ക് നിലനിൽക്കാം. കർത്താവിന്റെ ഓരോങ്കിൽ എടുക്കപ്പെടുവാൻ അത് നമുക്ക് യോഗ്യരാക്കി തീർക്കും. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ലെറ്റ് ഓൾമൈറ്റി ഗോഡ് give you all the blessings. This is Pastor Sunny K. Thomas signing off from Changanur, and we will meet on Wednesday with the 2nd and 3rd trumpet judgments. We will meet on Wednesday. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.